ഒന്നാം പോയിന്റിലേക്ക് പോകുന്നു. ശ്രീനിത കൃഷ്ണ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനിത, അപ്പോൾ ഈ ഹൈക്കോർട്ട് വരെ എത്തി തിരികെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് മടങ്ങുന്നവർ ആ ഒന്നാം പോയിന്റ് പിന്നിട്ടിരിക്കുന്നു അല്ലേ? എന്തൊരു എനർജിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കുറച്ച് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ദാ ഒന്നാം പോയിന്റ്, അതായത് 1 കിലോമീറ്ററിൽ നിൽക്കുന്ന ആ പോയിന്റിലേക്ക് ഇപ്പോൾ 2 കുട്ടികൾ കടന്നുപോയിരിക്കുന്നു. വളരെ എനർജറ്റിക് ആയിട്ട് സ്ത്രീകൾ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതിയോടടുത്ത ആളുകൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ എനർജി തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൂംബയിലും DJയിലും ഒക്കെ വളരെ എനർജറ്റിക് ആയി നിന്ന ആളുകൾ അങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, 5 കിലോമീറ്ററോ ഇവരോ സ്ത്രീകളോ ഇത്ര ദൂരം ഓടാനോ എന്ന് പറഞ്ഞൊരു ദാ കാണുക. എല്ലാവരും വളരെ ഈസി ആയിട്ട് വളരെ വാമപ്പ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ജില്ലകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. അമ്മമാര്, ചേച്ചിമാര്, അനിയത്തിമാര്, ചെറിയ കുട്ടികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരേ എനർജിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും 5 കിലോമീറ്റർ പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ സ്ത്രീ താരങ്ങൾ, വനിതാ രത്നങ്ങൾ, കരുത്തുറ്റ പ്രതിഭകൾ ഇതാ ഈ വഴി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഈ 5 കിലോമീറ്റർ വളരെ സിമ്പിളായി പൂർത്തിയാക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് എനിക്ക് വെള്ളമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ വിമൻഹുഡും മദർഹുഡും ഒക്കെ ആഘോഷമാക്കി മാറ്റുന്ന വിമൻസ് ഡേയിലെ അതിമനോഹരമായ കാഴ്ചയായി കൂടി മാറുകയാണ് നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ. ഇവിടെ കൃത്യമായ സജ്ജീകരണങ്ങളുണ്ട്. എന്തെങ്കിലും മെഡിക്കൽ അത്യാവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള സജ്ജീകരണമുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ കൃത്യമായ നിയന്ത്രണമുണ്ട്, ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 2 കുട്ടികൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പിന്നിട്ട് വരുന്നു. മൂന്നാമത്തെ കുട്ടി വരുന്നുണ്ട്. അവർ ഒരു കുഴപ്പമില്ല കേട്ടോ. 4 കിലോമീറ്റർ പിന്നിട്ട് വരികയാണ് എന്ന് കണ്ടാൽ പറയോ, റൺ 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 റൺ, എനർജി എനർജി. അപ്പോൾ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനിയും പിന്നാലെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ എനർജറ്റിക് ആണ്, ഈസിയായി പൂർത്തിയാക്കും. ഇപ്പോൾ ഏകദേശം ഹൈക്കോർട്ട് ജംഗ്ഷനിൻ്റെ അവിടെ നിന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി കുറച്ച് പേരും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് എത്താൻ കുറച്ച് നിമിഷങ്ങൾ കൂടി, കുറച്ച് മീറ്ററുകൾ കൂടി മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിജയി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 15 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ, 30 വയസ്സിന് മുകളിൽ, അങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ്. അപ്പോൾ 2 കാറ്റഗറിയിലെയും വിന്നർ ആരാണ് എന്നറിയാൻ നമുക്ക് അല്പസമയത്തിനുള്ളിൽ വിന്നർ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. പിന്നാലെ വരുന്നുണ്ട് നമ്മുടെ അടുത്ത കുറേ കുട്ടികൾ ഓടി വരുന്നുണ്ട്. അവരുടെ ഓട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 4 കിലോമീറ്റർ പൂർത്തീകരിച്ചിട്ടാണ് അവർ ഈ ഓടി വരുന്നത് എന്നുള്ളത്? വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ഊർജ്ജസ്വലമായി എല്ലാവരും വരുന്നു. പല പ്രായത്തിലുള്ളവർ, പല ദേശങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഓടി വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ സമയവും ഈ കാലവും ഈ റോഡും എല്ലാം ഞങ്ങളുടേത് കൂടിയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഓടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് 5 കിലോമീറ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് മാരത്തണിൻ്റെ അവസാന ലാപ്പിലേക്ക് ഓടിക്കയറുന്ന വനിതാ താരങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.